ഗൈസ് നമ്മളിന്ന് വന്നിട്ടുണ്ട് അടിപൊളി നമ്മൾ സ്റ്റോറേജ് ഗെയിമാണ് ഗൈസ്. നമ്മൾ കുറച്ചൊക്കെ ലെവലായി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എങ്ങനെ ഗൈസ് നമ്മൾ കണ്ട ഗൈസ് എന്താ ആരുടെ പെറ്റ് കൊടുക്കണം വേണം വേസ്റ്റ് കൊണ്ടിരുന്നു നമുക്ക് ഫുഡ് പറയാം. ഇതാ അനുസരിച്ച് ബോളറിയാമോ എന്ന് ഇതൊക്കെ തുറന്നു വരും ഗൈസ്. ഈ സാധനം ഇതൊക്കെ തുറന്നു വരും. ഇതൊക്കെ സെറ്റാണ് ഗൈസ്. കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങണം ഗൈസ്. ഞാൻ ഗൈസ് നമ്മൾ വാങ്ങണം ഗൈസ്. നമുക്ക് നമ്മൾ ഇത് രണ്ടെണ്ണം വാങ്ങിയില്ല ഗൈസ്. നമ്മളിത് വാങ്ങുന്നത് 250 വാങ്ങണ്ട ഗൈസ്. നമുക്ക് പൈസ നമ്മൾ താകെ 225 56 പൈസ വാങ്ങുള്ളൂ ഗൈസ്. നമുക്കിനി സാധനം വലിയ വാങ്ങേണ്ട ആവശ്യമില്ല. സാധനം വലിയ വേണ്ട ആവശ്യമില്ല. കിടന്നു വരൂ. സ്വാദിഷ്ടമായ ഭക്ഷണം സ്വാദിഷ്ടമായ രീതിയിൽ കിടന്നു വരൂ. ആർക്ക് വേണേ വാങ്ങി ഒക്കെ വാങ്ങിക്കോ. ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്യണം ഒരു 10 കണക്കിന് എന്തൊരു 10 കണക്കിന് വാങ്ങണ്ട. ബ്രെഡ് കുട്ടികൾക്കൊന്ന് കൊടുക്കണ്ടേ സെറ്റാക്കൊന്ന് വാങ്ങണം. ഈ ചേട്ടതുണ്ടത് ദൈവ കുറെ വാങ്ങുന്നു. അടുത്തടുത്ത ഫുട്ബോളൊക്കെ ഫ്രൂട്ടി ഉണ്ട്. അത് വലിച്ചണം എന്തുണ്ട് അത് കുറിച്ചോ കാടൊക്കെ ഇട്ടിട്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന ഞാനാ എന്തത്ര ആൾക്കാരത്. അമ്മച്ചി വേഗം വാങ്ങ അമ്മച്ചി. എണ്ണൊക്കെ എടുത്തോട് ഉപകാരം വരും. ഇത് എണ്ണല്ലേ പഠിച്ചോണേ. 10 എണ്ണൊക്കെ എടുത്തിട്ട് പഠിച്ചോണേ. അടുത്തട വരെ പൈസയിൽ പറ്റിക്കല്ലോ അവരോട് പൈസ 27 രൂപ. ഇതാണ് ചടപ്പ്. ഇങ്ങനെ പൈസ കൊടുക്കണം. ഇത് റെഡിക്കുള്ള പൈസ എന്ന് പറഞ്ഞേ. ₹62 കൊടുക്കണം. വേം പോടാ. ഈ പൈസ കാർഡ് എടുത്തു അത് ചാടപ്പാവും. വേം പോവാ. തേച്ചൊന്ന് വേണ്ട 10 എണ്ണൊക്കെ എടുത്തോളൂ. കുട്ടികൾ കൊടുത്തു എന്തിനു വില കൂടുതൽ വലിച്ചെണ്ണക്ക് വില കൂടുതലൊക്കെ പേരിനുള്ള അവിടെ ഒരാൾക്ക് വില കൂടുതലായിട്ട് എന്താ പിന്നെ ചെയ്യേണ്ടത്. വില കൂടിയ എന്ത് കുറ്റം. ഒരു സാധനം വാങ്ങി പൈസ 5 സാധനം വാങ്ങുന്നത് 150 പൈസ തരുന്നുണ്ട്. ഇതൊക്കെ എന്താ വേഗം തീർന്നു. 14 രൂപ. ഇതതിന് കുഴപ്പമില്ല. സമയം കട കൂട്ടാറേ വേഗം തന്നെ വാങ്ങിക്കൂടാ. അത് എന്തായാലും എനിക്ക് വില കൂടുതലോ. തള്ളക്കതിന് വില കൂടുതലാത്ര. എല്ലാത്തിനും വില കൂടുതല. എന്ത് കട കൂട്ടില്ലേ.
ഈ കട ക്ലോസ് ചെയ്ത് നമുക്ക് ഒരു സാധനം വാങ്ങണ്ട്. അത് വാങ്ങിക്കാൻ നമുക്ക് ഒറ്റ സാധനങ്ങൾ വാങ്ങാണ്ട് നമുക്ക് ഇതൊക്കെ വാങ്ങി. എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ കൈകാര്യം എല്ലാം വാങ്ങാൻ വിചാരിച്ചു. ഗൈസ് നമ്മളിത് അങ്ങനെ ഫ്രിഡ്ജ് അങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു മിനിറ്റ് ഇനി ഗൈസ് നമ്മളെ മറ്റേ ഫ്രിഡ്ജിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പേഷ്യൻ്റ് ഇതല്ല പുതിയ സാധനം ഇതല്ലേ അല്ലേ ഇതൊക്കെ ഇതാണ് ആദ്യം പറയണ്ടേ. അങ്ങോട്ട് പോടാ, വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വരുന്നുണ്ടേ. മിനിറ്റ് ഇതിന് പൈസ ഇടട്ടെ. മതി, ഞാൻ എടുക്കട്ടെ. അത് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇതല്ലേ സാധനം ഇങ്ങനെ ക്ലോസ് ചെയ്താണ്. ഇത്ര സാധനം പോകില്ല ഇവിടെ വെച്ചത് അങ്ങനെ ഇവിടെ ഇരിക്കണം. അച്ഛൻ ഭയം ഫ്രിഡ്ജിനുള്ളില്ലാല്ലേ നമ്മൾ എണ്ണൊക്കെ എന്താണ് എനർജി ഡ്രിങ്ക് എന്താ സാധനം പേരാണ് ഇതിൻ്റെ പേര് നോക്കാം. ഇതിൻ്റെ പേര് നോക്കാം. മാറ്റാണ്ട് ഇതിൻ്റെ പേരെന്താ വേണ്ടി സാധനത്തിൻ്റെ പേരെന്താ നമുക്ക് നോക്കണം. ഓയിൽ അടയ്ക്കുക. ഓയിലാണ് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാൻ പോകുന്നത്. പുതിയ സാധനമൊന്നും ലോക്കായില്ല കേസ്. ഈ ലോക്ക് തുറക്കാൻ എന്തിട്ട് എത്ര ലെവലാണ് കേസ്. നമ്മൾ പൈസക്ക് നമ്മൾ വെറുതെ ഫ്രിഡ്ജ് വാങ്ങി റേറ്റ് വാങ്ങിയത് 2000. എടോ ഇതെന്താ സാധനം? ബ്രെഡൊക്കെ എന്താ പോകുന്നത്? ബ്രെഡൊക്കെ വാരിയെടുക്കണം. ബ്രെഡെല്ലാം പോകുന്നുണ്ട്. ബ്രെഡ് എടുക്കണം. അത് കുറേ ഉണ്ടല്ലോ. സാധനം ഇത് തേക്കാനെങ്കിൽ കാറ് കൂട്ട മൂക്കെടുത്ത പാട്ടം കിട്ടി. കാറ് കൂട്ട മൂട്ടെടുത്ത പൂക്കരേ ഇതുണ്ടല്ലോ. പിന്നെ അത്യാവശ്യം ഉണ്ട്. ആണെങ്കിൽ 2 3 പക്ഷെ എന്തിനാ മതി ക്ലോസ് ചെയ്താ ഇപ്പോൾ അത്യാവശ്യമൊക്കെ നിറഞ്ഞിരിക്കണല്ലേ. ഓപ്പൺ
കിടന്നു സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ സ്വാദിഷ്ടമായ രീതിയിൽ പാക്കറ്റിലാക്കി വെക്കുന്ന കടയാണത്. ഫേമസ് ബേക്കറി. കിടന്നു ആ വളരെ നേരത്തെ വന്ന് പോയി. 57 നമ്പറാ. പ്ലെയറാണ് ഇപ്പോൾ കുറേ. ഒരു സാധനം വാങ്ങാനാണോ? 1 മിനിറ്റ് ഗൈസ്, എനിക്ക് പൈസ കിട്ടാം. നമ്മൾ പൈസ കുഴപ്പമില്ല. ബ്രെഡിന് എപ്പോഴും പൈസ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനാ എന്താ എനിക്ക് വേണ്ട? എന്തോ നമുക്ക് പൈസ കൂടി എത്ര പൈസ കൂടി നീച്ച് പോടാ, വേറെ കടന്നു പോടാ. പൈസ കൂടി ഇത് നല്ല കുട്ടിയേട്ടാ. അടുത്തളവ് കിടന്നൊരു ഓയിൽ വാങ്ങാത്ത 5 റുപ്യ 88. സോറി. സാധന ഷോത്ര ഇതൊന്നല്ല. മഞ്ചവളം ഈ ബഗ് കാടെടുത്ത് തരാം. പൈസ കൊടുക്കുന്നുണ്ട്. അടുത്തുള്ള വേമ്പ കാടെടുത്ത് വായാൻ പറ്റി. വേഗം എടുക്കാനുള്ളതല്ലേ. അങ്ങനെ കാടൊക്കെ എടുത്ത് വരാം. ഇതൊരുമാതിരി അടുത്തളവ എന്തിന് കിണപൂട്ടരായി പ്ലീസ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വലുതാക്കാണ്ട് കേസ്. നമുക്ക് ഇതൊക്കെ മുകളിലൊക്കെ കടയൊക്കെ സെറ്റപ്പ് ആക്കണം കേസ്. എന്താ അവിടെ പൈസ കൂടിപ്പോത്രണ്ട്. പൈസ കൂടാനെന്താ ഇവിടെ പിന്നെ ഇക്കന്നെ ഇവിടെ ചിലവിനിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെയാണ് പൈസ. അമ്മച്ചി വാങ്ങിയ കാടായിട്ട് വന്നിക്കണം. ആരാണ് ഈ അമ്മച്ചി കാടൊക്കെ കൊടുത്ത് വിടുന്നത്? താളത് കാട് അറിയില്ല എടുത്താൽ വന്നിക്കണം. അടുത്തളവ് കിടന്നവരും സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ സ്വാദിഷ്ടമായ രീതിയിൽ പാക്കറ്റാക്കുന്ന കിടയാണത്. കിടന്നവരും ഓയിൽ ഇങ്ങനെ വാങ്ങലോ. എന്താണ് കിടന ചേട്ടാ? എന്താണ് ഉള്ളെല്ലാം പരിപാടി ഉണ്ടാകും? ഓയിലിങ്ങനെ വാങ്ങണം പോടാ. എൻ്റെ സാധനം ഞാൻ വാങ്ങണേ. ശരി എങ്ങോട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ബാത്റൂമിൽ പോവാം. കേട്ടപ്പോൾ നന്നായില്ലേ? ഓടാ പന്നി. ഇഷ്ടമായ ഭക്ഷണങ്ങൾ. എനിക്ക് പൈസ ഇതെന്തൊക്കെയുണ്ട്? കടപൊട്ടിയോ? കിലോസ് പൈസ കുറച്ച് കൊല്ല നമുക്ക് ഫിൽ ചെയ്യട്ടോ ഗൈസ്. ഫിൽ ചെയ്യാം. ഓയിലൂടെ ഫിൽ ചെയ്യട്ടോ. രാവിലെ എങ്ങോട്ട് പോകണം? മാഞ്ഞു പോയാ പഠിച്ചനെ. ഇത് പൊടിച്ചേക്കാൻ പറ്റും. അവളത് പൊടിച്ചേക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇഷ്ടമായിട്ടാ നോക്കേണ്ടില്ല. അതല്ലേ ഇതാണോ? അല്ലല്ല, ഇത്
ഇതൊന്ന് ഫുള്ളാക്കി എന്തായി ആ ഇത് കഴിഞ്ഞിരിക്കണം. ആ മതി കുറച്ച് അങ്ങോട്ട് ഇരടാ കുറച്ച് മാതില്ല അങ്ങനെ എന്താണ് എന്തോ ഇവിടെ നിന്ന് 2 3 അത് ഫുൾ ചെയ്യാം. ഇതല്ലേ ഇതാ ഇഷ്ടമായിണ്ടല്ലേ ഇഷ്ടമായിട്ടുണ്ട് ഇതന്നെയല്ലേ അതിനത് ഇഷ്ടമായിട്ടുണ്ട് അല്ലേ 6 അങ്ങനത്തെ തലക്കഥ കേസ് കോപ്പണൊക്കെ കിടാം ഇത് ലോക്ക് തുറന്നോ എത്ര ലെവലായി തുറക്കത് വെള്ളം കുത്തി കണ്ട വെള്ളം ഉള്ളിൽ തണുപ്പിക്കും. എത്ര ലെവലാവണം ലോക്ക് തുറക്കണമെങ്കിൽ ഇവിടുത്തെ പൈസ നമുക്ക് സ്റ്റാഫുകളോ ഉണ്ട് 2000 ഉറുപ്പിക എടുത്താലോ നമുക്ക് സ്റ്റാഫുകളോ വാങ്ങാം 700 ഉറുപ്പിക എടുത്താൽ നമുക്ക് എന്തെങ്കിലും വാങ്ങാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗൈസ് മറ്റൊരു വീഡിയോയുമായി എന്നേലും ദിവസം കാണാം.